ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കുട്ടികളുടെ രീതിയുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ 2-3 കുട്ടികളെ ക്ലാസ് എടുക്കാൻ സമയത്ത് ഒരു കുട്ടി അവൻ കുറച്ച് എന്താ പറയുക, ഇച്ചിരി ഫാഷനായിട്ടൊക്കെ മുടിയൊക്കെ വളർത്തി കുറച്ച് കളറൊക്കെ ചെയ്ത് എന്നിട്ടൊരു ബോയൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ ചോദിക്കുന്നുണ്ട് അവൻ്റെ അടുത്ത്, ഇതെന്താണ് തലയിൽ, അത് കളർ ചെയ്തതാണ് എന്ന് പറയും. അപ്പം വലിയൊരു കണ്ണാടിയുണ്ട് അവൻ്റെ മുഖത്ത്. അവൻ്റെ മുഖത്തിനെക്കാട്ടിയും വലിയൊരു കണ്ണാടി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, വലിയൊരു കണ്ണാടിയാണ്. അപ്പം നമുക്കിങ്ങനെ ആ കണ്ണാടിയിൽ കൂടെ നോക്കുമ്പോൾ അതിൻ്റെ പവർ മനസ്സിലാവും. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും നല്ല പവറുള്ള ഗ്ലാസ്സാണത്. അപ്പം അന്ന് ഞാൻ ചോദിച്ചില്ല. പിന്നെ എല്ലാ ദിവസവും വരുന്നുണ്ട്. ഒരു ദിവസം വന്നപ്പോഴത്തേക്കും എന്തോ കാര്യത്തിന് ഞാൻ അവിടെ വരെ ചെന്നപ്പോഴത്തേക്കും ഞാൻ താൻ പഠിക്കുകയാണോ എന്ന് ചോദിച്ചു. പഠിക്കുമോ ടീച്ചറെ. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ കണ്ണാടി വെച്ചേക്കുന്നു? അത് കണ്ണിന് ഇച്ചിരി കാഴ്ചയുടെ പ്രശ്നമുണ്ട്, കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞ ഫോണിലൂടെ കിട്ടിയതാണോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു, നിസ്സാരമായിട്ട് പറഞ്ഞു. അതെ ടീച്ചറെ എന്ന് പറഞ്ഞു. അപ്പം നല്ലപോലെ ഫോൺ കാണുമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ അപ്പം പറഞ്ഞു കാണുമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, തനിക്ക് അത് 8-ലോ മറ്റോ പഠിക്കുന്നത്. ചോദിച്ചു, ഇത് മാറുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. മാറണമെന്നാണ് ടീച്ചർ ആഗ്രഹം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു. മാറ്റണം. ഈ കണ്ണാടി വെക്കുന്നത് എന്നിട്ട് ഞാൻ ചോദിച്ചു, കണ്ണാടി വെച്ചത് കൊണ്ട് എന്തെങ്കിലും ലാഭമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ കണ്ണാടി വയ്ക്കാൻ ഇഷ്ടമുണ്ടോ? പറഞ്ഞു ഇല്ല. ഞാൻ ചോദിച്ചു, ആരെങ്കിലും കളിയാക്കാറുണ്ടോ കണ്ണാടി വെച്ച്? ഒരുപാട് കൂട്ടുകാരനെ കളിയാക്കാറുണ്ട്, കണ്ണാടി എന്നൊക്കെ വിളിച്ച് കളിയാക്കാം. അപ്പം വിഷമം തോന്നുമോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ് വിഷമം തോന്നും. അപ്പം ചോദിച്ചു, ഇപ്പോൾ ആലോചിക്കാറുണ്ടോ അന്ന് അത്രയും ഒന്നും ഫോൺ കാണേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ അത് ശരിയാകും എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഞാൻ അതിനോട് ചോദിച്ചില്ലത്. കാരണം എനിക്ക് തോന്നിയൊരു കാര്യമാണ്, അങ്ങനെയൊക്കെ കുഞ്ഞിലെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് കണ്ണിനുണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറാൻ പ്രയാസമാണ്. അറ്റ് ദ എൻഡ് വരെ ആ കണ്ണാടി അങ്ങനെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പം കണ്ണാടി വയ്ക്കുന്നത്, ചിലർക്ക് കണ്ണാടി വയ്ക്കുന്നത് ഇഷ്ടമാണ്. ഇപ്പോൾ എനിക്ക് തന്നെ ചില രീതിയിൽ നമ്മുടെ ടെക്സ്റ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത അകലത്തിൽ വെച്ചില്ലെങ്കിൽ എനിക്ക് കാണാൻ ഇത്തിരി എന്ന് വെച്ചാൽ ഒരു പതർച്ച പോലെ തോന്നും, അക്ഷരങ്ങൾക്ക് ഒരു വ്യക്തത കിട്ടില്ല. അപ്പോൾ ഞാൻ എന്താണ് എനിക്കിങ്ങനെ വന്നത്. അപ്പോൾ അത് എനിക്ക് നേരത്തെ ഒരു ജോലിയുടെ ഭാഗമായി കിട്ടിയ അന്ന് ഞാൻ കണ്ണാടി ഇങ്ങനെ വെക്കുമായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ആ കണ്ണാടി വെച്ചിട്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. ഞാൻ വയ്ക്കാറില്ല. കാരണം അതെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഒരാൾ വന്നിട്ട് അമ്മേ കണ്ണാട എന്നും പറഞ്ഞിട്ട് വരും. എന്നിട്ട് അത് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് വാങ്ങിക്കും. എന്നിട്ട് എന്താണെന്നറിയത്തില്ല, അവർക്ക് അത് കറക്റ്റാണ് ഫേസിൽ വയ്ക്കാൻ. നന്നായിട്ട് അവിടെ വെച്ചുകൊണ്ട് നടക്കും, ഇവിടെ എല്ലാം വെച്ചുകൊണ്ട് നടക്കും. അത് പിന്നെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ വളരെയധികം പ്രയാസപ്പെടും, മാറ്റില്ല. അപ്പോൾ അതും വെച്ചുകൊണ്ട് ഇങ്ങനെ നടപ്പാണ്. അതുകൊണ്ട് ഞാനതെടുത്ത് കഴിഞ്ഞ ദിവസം അങ്ങ് മാറ്റി. എന്തിനാണ് വെറുതെ അവളുടെ മുഖത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്, കണ്ണിന് പ്രശ്നം ഉണ്ടാക്കുക. അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ കുട്ടികൾ അവരുടെ ഒരു സന്തോഷം ഫോണിലൂടെ ആസ്വദിക്കുകയാണ്. അവരുടെ മനസ്സിന് കിട്ടുന്ന സന്തോഷമാണ് നോക്കുന്നത്. പക്ഷേ ആ മനസ്സിന് കിട്ടിയ കുറേ സന്തോഷങ്ങളുണ്ട് ഫോൺ കാണുന്നതിലൂടെ. അത് മനസ്സിന് കിട്ടിയ താൽക്കാലിക സന്തോഷങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? മനസ്സിൻ്റെ ഒരു സമാധാനമാണ് നഷ്ടപ്പെട്ടത്, അല്ലേ? നമുക്ക് കണ്ണ് കാണാം എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷവും സമാധാനവുമാണ്. പക്ഷേ കണ്ണിന് പ്രശ്നമുണ്ടായി. ഈ ഒരു 8-ാം ക്ലാസ്സിലെ കുട്ടിയാണ്. ഇതിന് മുമ്പാവും വെച്ചിട്ടുണ്ടായിരിക്കാം, അതോ ഈ വർഷമാണോ അറിയത്തില്ല, നേരത്തെ തന്നെ വെച്ച് തുടങ്ങിക്കാണും. അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാ വർഷവും അല്ലേ സ്കൂളിൽ പോകാനും അല്ലെങ്കിൽ വായിക്കാനും എഴുതാനും എല്ലാത്തിനും ഇത്രയും വലിയ ഒരു കണ്ണട മുഖത്ത് വെച്ചുകൊണ്ട് പോകണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ആദ്യമൊക്കെ രസം തോന്നിയാലും പിന്നീട് അവനതൊരു ഭാരമായി മാറും, അല്ലേ? അപ്പോൾ അവൻ്റെ ഒരു സമാധാനം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആ ഒറ്റ കാര്യത്തിൽ. കാരണം പല ജോലികൾക്കും ഈ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ
വളരെ കൃത്യമായി വേണ്ട ജോലികളുണ്ട്. അപ്പോൾ അത് പ്രശ്നമാണ്. പിന്നെ ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റ്, കണ്ണട ഓക്കെയാണ്, പക്ഷേ അതിൽ ചില നിബന്ധനകൾ കാണും. അപ്പോൾ അതൊക്കെ പല കാര്യങ്ങളിലും ഈ കണ്ണിൻ്റെ കാഴ്ച പ്രശ്നമുള്ളത് പല ജോലികൾക്കുമൊക്കെ പ്രശ്നമുണ്ടാക്കുന്നതാണ് അല്ലേ. എഴുന്നേറ്റ് നടക്കുമ്പോൾ അവിടെ ഇവിടെയും കണ്ണിൻ്റെ കാഴ്ചയുടെ കുറവ് കൊണ്ട് തട്ടുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് അവരുടെ ജീവിതാവസാനം വരെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവൻ അന്ന് അവൻ്റെ സന്തോഷത്തിന് വേണ്ടി ഫോൺ കയ്യിൽ നിന്ന് മാറ്റിയില്ല അല്ലേ. കണ്ണിൻ്റെ ദൃഷ്ടി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കാണില്ല, ആ ഫോണിലോട്ട് മാത്രമായിരിക്കും അവൻ്റെ ശ്രദ്ധ. ഇന്ന് അവനത് ഓർത്തു വേദനിക്കുന്നുണ്ട് അല്ലേ. അന്നവൻ മുഖത്തിന് നേരെ ഫോണാണ് പിടിച്ചതെങ്കിൽ ഇന്നവന് ആ ഫോൺ കാണണമെങ്കിൽ ഒരു കണ്ണടയുടെ ആവശ്യം വന്നു. ക്ലാസ്സിൽ പോകണമെങ്കിലും പഠിക്കാനും എഴുതാനും എല്ലാം ആ കണ്ണട വേണ്ടി വന്നു. അന്ന് അവൻ ഒരുപാട് സന്തോഷിച്ചു ഫോൺ നോക്കിയപ്പോൾ. വീട്ടുകാരൊക്കെ വഴക്ക് പറഞ്ഞു കാണും, പക്ഷെ അവൻ അതൊന്നും ശ്രദ്ധിച്ച് കാണില്ല. അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവൻ ഫോൺ ഉപയോഗിച്ചു. അവൻ കുറേ മനസ്സിന് സന്തോഷം കിട്ടി. പക്ഷേ ആ സന്തോഷത്തിൻ്റെ ഇപ്പുറം എന്ത് കിട്ടി? അവന് മനസ്സിൻ്റെ സമാധാനം പോയി കിട്ടി. ഒരിക്കലും ഇനി അവൻ ആ കണ്ണിൻ്റെ കാര്യം ശരിയാകുന്നിടം വരെ ഒരു സമാധാനം അവൻ കാണില്ല. എത്ര പേര് ചോദിക്കുമെന്നറിയാം. ഇപ്പം ഞാൻ ചോദിച്ച പോലെ എത്ര പേര് ചോദിക്കും. എത്രയോ പേര് അതറിയുമ്പോൾ വഴക്ക് പറയാമെന്നറിയാം. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീലിങ്സ്, കൂട്ടുകാരെ കളിയാക്കുന്നതിൻ്റെ ഫീലിങ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം വേറൊരു കുട്ടിയുണ്ട്, അവൻ 1-ലോ 3-ലോ കണ്ടാണ്. അപ്പം അവൻ്റെ മുഖത്ത് എനിക്ക് നോക്കിയപ്പം എനിക്ക് തോന്നി അവൻ ഫോണ് ശരിക്കും കാണും. അപ്പോൾ അവൻ്റെ ചേട്ടനും അവിടെ പഠിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിനെ വിളിച്ചു, ഇവൻ ടി വി കാണുമോ? ടി വി അങ്ങനെ കാണത്തില്ല ടീച്ചറെ, ഫോൺ നല്ല പോലെ കാണും. ഞാൻ പറഞ്ഞ ഫോൺ കാണുമ്പോൾ അമ്മയോട് പറയണ ഫോൺ, അത് അമ്മ എനിക്ക് തരത്തില്ല ഫോൺ, പക്ഷേ ഇവന് കൊടുക്കും. ഇവനോട് വലിയ കാര്യമാകുമ്പോൾ ഇവന് എപ്പോഴും ഫോൺ കൊടുക്കും, അമ്മ വഴക്കൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് പറയാനാണ് അതിന് മറുപടി? അമ്മ തന്നെ കൊണ്ട് കൊടുക്കാം, മോനെ ഇന്നാ ഫോൺ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ പിന്നെ ആ കുട്ടിയെ പറഞ്ഞിട്ടോ അല്ലേ മറ്റാരെ പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. അപ്പോൾ ആരാണോ തിരുത്തേണ്ടത് അവർ തന്നെ എല്ലാത്തിനും വഴിവെച്ച് കൊടുക്കുന്നു. അപ്പം പിന്നെ നമ്മളൊന്നുമേ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മയോട് പറയണം, അത് ശരിയാവില്ല എന്ന് പറയണമെന്ന്. അപ്പം പറഞ്ഞു, ടീച്ചറെ ഒരു ദിവസം അമ്മയെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാം, ടീച്ചർ അപ്പോൾ ഒന്ന് കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, കാരണം ഈ ഒരു കാര്യത്തിൽ അവരെ ഒന്ന് ഉപദേശിക്കാനും മാത്രമുള്ള കാര്യം എനിക്കില്ല. കാരണം അവർ കൊച്ചു കുട്ടിയല്ലല്ലോ, അവർക്ക് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും അറിയാവുന്ന ഒരു സ്ത്രീയാണ്, 2 കുട്ടികളുടെ അമ്മയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ത്രീയോട് ഈ ഫോൺ കൊടുക്കരുത് എന്നൊന്നും പറയേണ്ട കാര്യം എനിക്കില്ല. കാരണം എൻ്റെ കുട്ടിയുടെ കാര്യമാണല്ലോ ഞാൻ ഈ വക കാര്യങ്ങൾ. സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്തൊരു താല്പര്യവും പഠിത്തത്തിലാണെങ്കിൽ നമുക്ക് പറയാം, അല്ലാതെ ഈ കണ്ണിൻ്റെയും ചെവിയുടെയൊക്കെ കാര്യത്തിനൊക്കെ നമ്മൾ എന്താണ് കൂടുതൽ പറയുന്നത്? അത് അവരുടെ കുട്ടിയുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കുന്നുണ്ടോ, പഠിച്ചുകൊണ്ട് വരുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ ഈ ഫോണിൻ്റെ കാര്യം അതൊക്കെ അവരുടെ വീട്ടിലെ ആളുകളെ ശ്രദ്ധിക്കണ്ടേ. നമ്മൾ കുട്ടിയോട് പറയുക അങ്ങനെ ചെയ്യരുത് എന്ന് പറയുക, അല്ല വീട്ടുകാരെ വിളിച്ചിട്ട് നമ്മൾ പറയണതേ അത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യും നമ്മൾ പറയുന്നത് ശരിയല്ല. ചിലപ്പോൾ ചിലർ വേണമെങ്കിൽ ചോദിക്കും, ടീച്ചർ അവനെ കണ്ടോട്ടെ, അവൻ പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ ടീച്ചറിന് എന്താണ് കുഴപ്പം എന്നൊരു വാക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ തിരിച്ചൊന്നും പറയാൻ കാണില്ല. അങ്ങനെയൊക്കെ ചോദിക്കുന്ന രക്ഷിതാക്കളൊക്കെ ഉണ്ട്, ഭയങ്കരമായിട്ട് മക്കളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് നേരെ ട്യൂഷൻ സെൻ്റർ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഓരോ രക്ഷിതാക്കളൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, ടീച്ചർ അവരൊക്കെ കണ്ട് എന്തറിഞ്ഞിട്ടാണ് കുട്ടികളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇവരൊക്കെ എങ്ങനെ ആകുമെന്നറിയാമോ ഭാവിയിൽ. ഞാൻ പറഞ്ഞു, ഇതാണ് സാറേ കാലം മാറിപ്പോയി. കുട്ടികളെ ഇപ്പം നമ്മുടെ മുന്നിൽ വെച്ച് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ അവർക്കതൊരു വളമായി മാറുകയാണെന്ന് പല രക്ഷിതാക്കളും മനസ്സിലാക്കുന്നില്ല. തൻ്റെ കുട്ടികളാണ് ഏറ്റവും നല്ലതെന്നുള്ള ചിന്താഗതിയുമായിട്ടിരിക്കുന്ന കുറേ മനുഷ്യരാണ് അവർ. അപ്പോൾ എന്തായാലും ഇവിടെ
കണ്ണെന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. കണ്ണിനൊക്കെ കാഴ്ചയൊക്കെ വരും, കാഴ്ചക്കുറവൊക്കെ വരും, അതൊക്കെ ഒരു പ്രായത്തിൻ്റേതായിട്ടുള്ള രീതിയിലാണ്. ഇല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് കണ്ണാടിയൊക്കെ വെക്കാം, ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ഈ കുഞ്ഞിലെ ഇത്രയും ചെറിയ പ്രായത്തിൽ ഈ ഇങ്ങനെ ഫോൺ നോക്കുന്നു, അതുമൂലം കാഴ്ചയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്നു. മറ്റൊരാൾ ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടേയിരിക്കുന്നു, അമ്മ ഫോൺ കൊണ്ട് കൊടുക്കുന്നു, നോക്കിക്കോളൂ, കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നു. അപ്പോൾ പലരും കുട്ടികളെ എന്താണ് കുറച്ച് നേരം അടങ്ങിയിരിക്കാൻ വേണ്ടി കൊടുക്കുന്നു, പിന്നെ അവരത് കിട്ടാൻ വേണ്ടിയിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. പക്ഷെ അവർക്കതറിയില്ല എന്നുള്ളത് കാര്യം നമുക്കറിയാം, അത് നമ്മൾ മനസ്സിലാക്കണം. അവർക്കറിയില്ല ഇത് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. അപ്പം നമ്മളുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെ ചെയ്യേണ്ടത്. അപ്പം ആ കുട്ടി പറഞ്ഞ പോലെ അമ്മയെ പറഞ്ഞ് ഇങ്ങോട്ട് വിട്ടിട്ട് ഞാൻ അവരെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ അവരെ നേരെയാക്കാനോ ഒന്നും നമ്മളില്ല. കാരണം അവർക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാം കുട്ടികൾക്ക് ഫോൺ ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്നുള്ളത്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ സ്വന്തം മക്കൾക്ക് ഫോൺ കൊടുക്കുന്ന രക്ഷിതാക്കളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒന്നുമേ പറയേണ്ട കാര്യമല്ല, ശരിയല്ലേ? അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കുട്ടികളുടെ നിർബന്ധത്തിന് വഴങ്ങി ഫോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു സമയം, കൃത്യമായിട്ടുള്ളൊരു സമയം പാലിക്കുക. കൊച്ചു കുട്ടികൾക്ക് ഒരു 5 മിനിറ്റ് അതിൻ്റെ ആവശ്യമുള്ളൂ. അത് മാത്രമല്ല അവർ ആ സമയത്ത് 5 മിനിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ 5 മിനിറ്റിൽ അവരെങ്ങനെയാണ് ഫോൺ പിടിച്ചിരിക്കുന്നത് നോക്കണം. തൊട്ടടുത്താണ് മിക്കവാറും എല്ലാ കുട്ടികളും പിടിച്ചിരിക്കുന്നത്. അത് നമ്മളായാലും ദൂരെ നിന്ന് പിടിച്ചിട്ട് നമ്മുടെ കൈ അറിയാതെ നമ്മുടെ നേരെ അടുത്തടുത്ത് വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മൾ അടുത്തിരുന്ന് ഫോൺ പിടിച്ചു കൊടുക്കുക, നോക്ക് എന്ന് പറയും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഈ ഫോണും ടി വിയും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ വളർന്നിട്ടുണ്ട് അല്ലേ? നമ്മളൊക്കെ വളർന്ന ഒരു കാലഘട്ടമുണ്ട്. അധികം ടി വി ഒന്നും ഇല്ല, ഫോൺ പിന്നെ ലാൻഡ് ഫോണായിരുന്നല്ലോ. ആ സമയത്തും കുട്ടികൾക്ക് ഇഷ്ടംപോലെ ഹോബീസ് ഉണ്ടായിരുന്നു അല്ലേ? അവർ എൻജോയ് ചെയ്ത് തന്നെയാണ് വളർന്നത്. അപ്പോഴെന്തൊക്കെയാണ് ചെയ്തിരുന്നത്? അതിലേക്കൊക്കെ കുട്ടികളെ തിരിച്ചുവിടാനുള്ള സമയമായിരിക്കുന്നു. അല്ലെങ്കിൽ അവർ പല രീതിയിലും വഴിതെറ്റിപ്പോകാനുള്ള എല്ലാ ചാൻസുകളും ഇന്ന് നമ്മുടെ ഫോണിൽ ഉണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി തന്നെ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരിക. അത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. കാരണം അറിവില്ലാത്ത പൈതങ്ങൾ എന്ന് പറയുന്നത് അറിവില്ലാത്ത പൈതങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, അവരെയും അത് മനസ്സിലാക്കി കൊണ്ടുവന്ന് അവരുടെ ജീവിതം ഒരു കരക്കെത്തിക്കുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.